ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി വന്നതാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഒക്കെയാണ് ഇത് ഞാൻ കൂടുതലും വാങ്ങിയിരിക്കുന്നത് മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നാണ്. കുറച്ചൊക്കെ ഞാൻ അല്ലാണ്ട് പുറത്തുള്ള ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് കാണാം. അപ്പൊ അതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്നും അതിന്റെ വിലയും എല്ലാം ഞാൻ അതിൻ്റെ ഒപ്പം പറയാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാ സ്റ്റൗവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പ്രസ്റ്റീജിന്റെ വെക്ട്ര എന്ന് പറയുന്ന ഒരു സ്റ്റൗ ആണ്. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൗ ആണ്. നമുക്കിത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമാണ്. ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഇത് 4 ബർണർ ആണ്. നിങ്ങൾക്കിപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് 4 മേടിക്കണമെന്നില്ല, 3ഓ 2ഓ ഏത് വേണേലും വാങ്ങിക്കാം. അപ്പൊ കുറച്ചും കൂടി റേറ്റ് ഒക്കെ കുറയും. ഇത് ആമസോണിലും ഒക്കെ കിട്ടും കേട്ടോ. ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്, പ്രസ്റ്റീജിന്റെ ഷോപ്പിൽ നിന്ന്. അടുത്തത് ഇതാ ഈ സ്പൂൺ റെസ്റ്റ് ആണ്, അല്ലെ സ്പാച്ചുല ഹോൾഡർ എന്നൊക്കെ പറയും. ഇതിന് 305 രൂപയാണ് കേട്ടോ. ഇത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറയും. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തുകൊണ്ടാണ് 305 രൂപ. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്, നല്ല ക്യൂട്ടാണ്, അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളും ആണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ സ്പൂണും കാര്യങ്ങളൊക്കെ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ കുറച്ച് എന്താ പറയാ വൃത്തിയായിട്ടിരിക്കും, സ്റ്റൗ ഒന്നും വൃത്തികേടാവത്തില്ല. അപ്പൊ അത് നല്ലൊരു സാധനമാണ്. പിന്നെ അതായത് ഈ ഭരണികൾ, ഇതൊക്കെ ഞാൻ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിച്ചിട്ട്, ഇതുപോലത്തെ കുറേ ഭരണിയുണ്ട്. അതെല്ലാം നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നത് നല്ല രസമാണ്. നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക ഭംഗി വരും അങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ഭരണികളൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് സ്പൂൺ ഹോൾഡേഴ്സ്, ഇത് എല്ലാ മീഷോയിലും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ വില എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതെന്തായാലും ഒരു 200 താഴെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. മീഷോയിലും എല്ലായിടത്തും കാണാറുണ്ട്. ഞാനിതൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് എനിക്ക് വില കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതിനകത്തിരിക്കുന്ന ഭരണികളുണ്ടല്ലോ, അതാ നല്ല ക്യൂട്ടായിട്ടാണ്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ വെച്ചെന്നുള്ളൂ. ഇതൊക്കെ ഇങ്ങനത്തെ ഭരണിയെല്ലാം ഞാൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ സാധനം, ഇത് നമ്മുടെ കുരുമുളകും ഉപ്പും ഒക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിരുന്ന സാധനം ഉണ്ടല്ലോ, ഇത് എനിക്ക് എൻ്റെ സിസ്റ്ററിലോ തന്നാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി UK-യിലാണ്, അവർ കൊണ്ടു തന്ന സാധനം. അപ്പം അതുകൊണ്ട് അതിൻ്റെയും വില എനിക്ക് അറിഞ്ഞുവിടാ. പക്ഷേ ഇത് നമുക്കിവിടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം അതും നല്ല രസം. പിന്നെ അത് വെച്ചിരിക്കുന്ന ഈ ട്രേ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ചായയൊക്കെ എടുക്കുന്ന ട്രേ ഇല്ലേ, ചായയൊക്കെ കൊണ്ടുവന്ന അങ്ങനത്തെ ട്രേ ആണ്. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചനെ ഇങ്ങനെ ഭംഗിയാക്കാം. ആ ട്രേക്ക് ഒരു 110 രൂപ ആ റേഞ്ച് അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അതും ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. മീഷോ എന്നാണ് തോന്നുന്നത്, മീഷോന്ന് വാങ്ങിയതാണ്. അപ്പൊ അത് നമുക്കിങ്ങനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എല്ലാത്തിനെയും ഇങ്ങനെ ഭംഗിയാക്കി നമ്മുടെ അടുക്കളേനെ ഇങ്ങനെ ഭംഗിയാക്കി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു കുപ്പി ഭരണിയാണ്, നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ വെച്ചെന്നുള്ളൂ. ഇത് നമ്മുടെ ഓയിൽ ബോട്ടിലാണ് കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ്, നല്ല രസമാണ്. സെറാമിക് ആണ്. നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടാണ്ടൊക്കെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ലുക്കായിരിക്കും കേട്ടോ ഇത് കിച്ചണിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എടുക്കുമ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 212 അത്രേ ഉള്ളൂ. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ പറഞ്ഞാൽ ഇനിയും കുറയും, 100 സംതിങ്ങിന് കിട്ടും. ഞാൻ ഗൂഗിൾ പേ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തുകൊണ്ടാണ് അത്രയും റേറ്റ് ആയത്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓയിൽ ബോട്ടിൽ വാങ്ങിച്ചത്. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തതാണ്. ചുമ്മാ ഒരു കുപ്പിയുടെ പുറത്ത് ഇങ്ങനെ പെയിന്റ് വെച്ച് ചെയ്തതാണ്. അത് ചുമ്മാ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ നേരം പോക്കിന് ചെയ്യുന്ന പരിപാടികളിലൊന്നാണ്. അപ്പൊ അതുകൊണ്ട് വേറെ കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. ഇത് മാത്രം എനിക്ക് കളയാൻ തോന്നാത്തതുകൊണ്ട് ഇങ്ങനെ കിച്ചണിൽ അങ്ങനെ വെച്ചു എന്നുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു സൈഡിൽ വെച്ച് കഴിയുമ്പോൾ ഒരു കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് അത് ഞാൻ അങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളൂ. അതെന്റെ സ്വന്തം കലാവിരുതാണ്. പിന്നെ ഇത് ഒരു ട്രേ, അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഈ ട്രേ, ആ ട്രേക്ക് 280 അത്രയാണ് വില. അത് നല്ല, ഇതിപ്പോ 2-3 വർഷത്തിൽ കൂടുതലായിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നു ആ ട്രേ. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇത് ടീ, കോഫി, ഷുഗർ ഉള്ള കണ്ടെയ്നേഴ്സ്, ഇതും എൻ്റെ സിസ്റ്ററിലോ തന്നതാണ്. അതുകൊണ്ട് എനിക്ക് വില അറിയത്തില്ല. പക്ഷെ ഇതും ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും കിട്ടും കേട്ടോ, എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. നല്ല സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ സൈറ്റുകളിലും കിട്ടും, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ഇങ്ങനെ നോക്കിയാൽ കിട്ടും കേട്ടോ. പിന്നെ അത് ഇരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ റാക്ക്, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതിന് 275 ആണ്. അത് ഞാൻ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിനകത്ത് ഈ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പൂപ്പല് വരും, നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അതിന്റെ സൈഡിൽ. അപ്പൊ അതിൽ നല്ലത് സ്റ്റീലിന്റെ വാങ്ങിക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല.
ചെയ്തില്ല. പിന്നെ ഫ്ലവേഴ്സ് അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, 250 ഉള്ളൂ. ഈ കളറ് അത് ഞാൻ ചെയ്തതാട്ടോ, പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ചുമ്മാ എനിക്ക് നേരം പോക്കും ചെയ്തു, ഒരു സൈഡ് ചെയ്ത് വന്നപ്പോൾ വൃത്തികേടായിട്ട് തോന്നിയത് കാരണം പിന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. വൈറ്റ് ആയിരുന്നു അതിന്റെ ആ ബേസ് വരുന്നത്. അത് പക്ഷെ 2 വരുന്ന പെയറിന് 250 അങ്ങനെയാണ് കേട്ടോ ഫ്ലവേഴ്സിന്റെ വില. പിന്നെ ഇതും ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. സെന്ററിൽ ഒരു ഇങ്ങനെ ഭരണി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഭരണി ഷോപ്പിൽ നിന്ന് തന്നെ, ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഈ കൂട, ഇതും ഞാൻ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വെച്ചാൽ, അടുത്തല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന വഴി റോഡ് സൈഡിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിന് 150 ഉള്ളു വില. ഇതിങ്ങനെ ഈറ്റയുടെ കൊട്ടയാണ് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വിൻഡോയുടെ സൈഡിൽ ഇതുപോലെ എന്തെങ്കിലും വെക്കുന്ന നല്ല മണി പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അടുക്കള ഒന്നും കൂടി ഭംഗിയാവും. ഇങ്ങനെയൊക്കെ നമുക്ക് ആ കിച്ചനെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലോ ഇങ്ങനെ ഇപ്പോൾ ഒറിജിനൽ വെക്കാൻ പറ്റാത്തവർക്ക് ആർട്ടിഫിഷ്യൽ വെച്ചാലും മതി. പിന്നെ കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയായിട്ട് ഇടുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഇതും ചൂരൽ വെച്ചിട്ട് ചൂരൽ ഇങ്ങനെ വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു, നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ കിച്ചൻ്റെ ഒരു കോർണറിൽ വെച്ചിരിക്കുക. കിച്ചൻ്റെ കോർണറൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും നല്ല സാധനമാണ്. മറ്റേ ഞാൻ ആദ്യം കാണിച്ച കൂടയില്ലേ, അത് വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതും വാങ്ങിച്ചത്. ഇതൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ട് ഓരോ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ, ഇത് ചുമ്മാ ഒരു ടിൻ, അതിനകത്തൊന്നുമില്ല. പിന്നെ രസമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ടുവന്ന് കിച്ചൺ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോർണറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു എന്നുള്ളൂ. അങ്ങനെ ഒരു സൈഡിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭംഗിയായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പോൾ ഒരു രസം തോന്നുന്നതുകൊണ്ട് അങ്ങനെ ഞാനങ്ങ് വെക്കുന്നുള്ളൂ. നമ്മുടെ ഒരു ഐഡിയക്ക് അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മിക്ക വീടുകളിലൊക്കെ കാണും, നമുക്ക് ഡിന്നർ സെറ്റിന്റെ ഒക്കെ കൂടെ കിട്ടത്തില്ലേ ഈ ചായ എടുക്കുന്ന സംഭവം. ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ചെന്നുള്ളൂ. ചായ എടുക്കാനൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്തില്ല. പിന്നെ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട്, അല്ലാണ്ട് ഡെയിലി നമ്മളിങ്ങനെ യൂസ് ചെയ്യണ സാധനമൊന്നും അല്ലല്ലോ. അതേ ഷേപ്പിൽ തന്നെയുള്ള ഒരു സാധനം കടയിൽ ചെന്നപ്പോൾ കണ്ടത് കാരണം അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സാധനം. അതിന്റെ അതേ ഷേപ്പാണല്ലോ ഇതിന്. അപ്പോൾ അതിന്റെ കൂടെ വെക്കുമ്പോൾ നല്ല മാച്ചായിട്ട് തോന്നിയത് കാരണം അങ്ങനെ അത് എടുത്തുന്നുള്ളൂ. പിന്നെ ഇതും അതുപോലെ തന്നെ അതിനെ മാച്ചായിട്ട് എനിക്ക് തോന്നി, വൈറ്റും ബ്ലൂവും കൂടി. അപ്പം അങ്ങനെ അത് അവിടെ വെച്ചു എന്നുള്ളൂ. ഇതും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു ഭരണി ആയതുകൊണ്ട് അതിന്റെ സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കാന്ന് ഓർത്ത് വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ ചായ എടുക്കുന്ന ട്രേയാ, ഇത് ചായയൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രേ. ഇതിന് 205 രൂപയോ 210 ആ റേഞ്ച് എങ്ങാണ്ടുള്ളൂ. അതാണ് 210, അത് തന്നെ. ഇത് മീഷോ ആണ് ഫ്ലിപ്കാർട്ടെന്നോ ഇവിടുന്ന് വാങ്ങിയതാണ്. അപ്പൊ ആ ട്രെയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം അത് നല്ല രസമാണല്ലോ. ഈ സാധനത്തിന് 110 രൂപയോ അത്രേ ഉള്ളൂ കേട്ടോ ആ സാധനത്തിന്, ഇപ്പൊ ഞാൻ കാണിച്ചതിന്. അപ്പൊ അതങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഭംഗിയായി. പിന്നെ മിക്സിയും ഇതുപോലെ തന്നെ എന്താ പറയുക, വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അതൊരു പ്ലേറ്റ് ആണ് കേട്ടോ. നമ്മുടെ കഴിക്കുന്ന പ്ലേറ്റില് എന്താ പറയുക, സെറാമിക്കിന്റെ പ്ലേറ്റ് ആണ്. അത് ആ മിക്സിക്ക് മാച്ചായിട്ട് തോന്നിയത് കൊണ്ട് ബ്ലാക്ക് കളർ മിക്സിയാണ് എൻ്റെ. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ആ പ്ലേറ്റ് നല്ല അതുമായിട്ട് നല്ല മാച്ചിങ് ആണെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ അങ്ങ് വെച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, മിക്സിയുടെ അടിയിൽ ഒരു ബുഷ് ഉണ്ടല്ലോ, ആ ബുഷിൽ നമ്മളിങ്ങനെ ഗ്രാനൈറ്റിന്റെ മേളിൽ വെച്ച് കഴിയുമ്പോൾ മിക്സി ഇങ്ങനെ വലിക്കാനും നീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അവിടെ അങ്ങനെ ഇരിക്കും, നമുക്ക് നീക്കി എടുക്കാനൊക്കെ പാടെ. ഈ പ്ലേറ്റിന്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ തോന്നിയത് കൊണ്ടും ഈ രണ്ട് ഇതുകൊണ്ട് കാണാനും ഭംഗിയാണ്, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് വെച്ചെന്നുള്ളൂ. ഇത് പിന്നെ നമ്മുടെ ഗ്ലാസ് ഇട്ട് വെക്കുന്ന സ്റ്റാൻഡ്, ഇതിന് 160 അത്രയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഇത് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ബാറ്ററിയിൽ കിട്ടും. ഇതിപ്പോ കറണ്ട് നമ്മൾ കൊടുത്തേക്കുന്നതാണ്, അതല്ലാണ്ട് ബാറ്ററിയിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൊക്കെ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ഇത് പിന്നെ മീഷോന്ന് വാങ്ങിയതാണ്, ഈ ഫ്രിഡ്ജിന്റെ മുകളിലിടുന്ന കവർ. ഇതിന് 115 അങ്ങനെ എന്തോന്ന് തോന്നുന്നു. അതിന്റെ റേറ്റ് നോക്കാൻ വിട്ടുപോയി. ബാക്കിയെല്ലാം ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്, എഴുതി വെച്ചിട്ടാണ് കേട്ടോ വില പറയുന്നത്. ഇതിനിങ്ങനെ 3 ഓറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ട്രേ, ഇത് 3 വരുന്ന ഒരു സെറ്റാണ്. ആ ട്രേക്ക് 280 ആണ് കേട്ടോ. അത് 3 സൈസിൽ കിട്ടും അങ്ങനെ. അപ്പൊ ഇതിന്റെ മുകളിലാണ് ഞാൻ ഈ കിച്ചണിൽ നമ്മൾ കൈ തുടയ്ക്കാനും ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടവൽസ് ഇങ്ങനെ കഴുകി ഉണങ്ങി അതിന്റെ മുകളിൽ വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെ അത് അതിന്റെ മുകളിൽ അങ്ങനെ വെക്കും. പിന്നെന്താ, പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വോളിലൊക്കെ ഹാങ് ചെയ്യുന്ന സാധനങ്ങൾ, ഈ സാധനം ഇങ്ങനെ 3 വരുന്നത്, ഇതിന് 154 ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. എല്ലാത്തിന്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.